നിൽക്കുന്നത്? ഇവനെ അടിച്ച് കൊല്ലാൻ നോക്ക്. സാർ. നിങ്ങൾ സിനിമാക്കാരെ അനുകരിക്കുകയാണോ അതോ അവര് നിങ്ങൾ അനുകരിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് അപ്ഡേറ്റ് ആവാൻ നോക്ക്. നീയും ഇവനും ഒക്കെ ഇപ്പൊ വേദാന്ത് മേനോനെതിരെയാ കളിക്കുന്നേ. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. അതിനുള്ള മറുപടി ഞാൻ തരുന്നത് ഇങ്ങനെയായിരിക്കില്ല. എനിക്ക് വെറും ഒരു 5 മിനിറ്റ് മതി എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ. പക്ഷെ അത് വാ കൊണ്ടായിരിക്കില്ലെന്ന് മാത്രം. ഇതാ നോക്ക്, ഞാനിപ്പോ ഒരു ബിസിനസ്മാൻ മാത്രമല്ല, ഒരു നല്ല ഫൈറ്ററും കൂടിയാ. എന്നെ വയലന്റ് ആക്കിയ നിങ്ങൾക്ക് തന്നെയായിരിക്കും അപകടം. മനസ്സിലായോടാ? ഇയാൾക്ക് മനസ്സിലായി. എന്താണെന്നറിയോ? ഇല്ലീഗൽ മൈനിങ്. പെർമിഷൻ ഇല്ലാതെ മൈനിങ് നടത്തിയ ഇയാള് കൊച്ചിയിൽ എത്ര ഇല്ലീഗൽ ഫ്ലാറ്റ്സിന്റെ കൺസ്ട്രക്ഷൻ. നിങ്ങൾ ചെയ്ത ക്രൈമിന്റെ ഹിസ്റ്ററി ഞാൻ പറയണോ? ഒരു കോമൺ മാൻ ക്വസ്റ്റ്യൻ ചെയ്ത തന്നെ ഇയാൾ വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ ഞാനൊന്ന് വോയിസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതേത് രീതി അവസാനിക്കുന്ന ചിന്തിച്ചു നോക്കുക. ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്നോട് ഫൈറ്റ് ചെയ്യണോ എന്നാണെങ്കിൽ ഐ എം ഓൾവേസ് റെഡി. എന്ത് തെറ്റാ നീ ചെയ്തതാരതേ? നിങ്ങൾ രണ്ടുപേരുടെയും ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ വേദാന്ത് വർമ്മ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ശത്രുക്കളില്ലാത്ത ആളുകളൊന്നുമല്ല. അതുകൊണ്ട് എന്നോടുള്ള ദേഷ്യത്തിന് അവർ ഏത് അറ്റം വരെ പോകുമെന്നും അവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് വിക്കിയും ആരതിയും ഒരുപാട് ശ്രദ്ധിച്ചോളാനും പറഞ്ഞിരുന്നു. ഇപ്പൊ അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ മക്കളെ കണ്ട് നിങ്ങളുടെ മക്കള് ചീത്തയാവുന്നു. ആദ്യം നിങ്ങളുടെ മക്കള് ശരിയാണോന്ന് നോക്ക്, അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മക്കളെ നന്നാക്കാനൊന്നും നോക്കണ്ട. അപ്പൊ ഞങ്ങൾ കണ്ടതൊക്കെ കള്ളമെന്നാണോ? എനിക്ക് മനസ്സിലായത് അത് കള്ളമാണെന്നാ. ഇപ്പോഴത്തെ കാലത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് എനിക്ക് നന്നായിട്ടറിയാം. മറ്റുള്ളവർ പറയുന്നൊക്കെ വിശ്വസിച്ച് വെറുതെ വഴക്കുണ്ടാക്കുമെന്നാ നോക്കിയിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് പോണോ? ഞങ്ങൾ കാരണം നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടായോ? നിങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള അഹങ്കാരം കൊണ്ട് ഞങ്ങൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്നറിയാമോ? നിങ്ങളെ പോലുള്ള ആളുകളുടെ ഇടയിൽ 4 പെൺകുട്ടികളെ വളർത്തുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നോ? ഒരക്ഷരം മിണ്ടരുത്. തെറ്റാണത്ര തെറ്റ്. നിങ്ങൾ മാത്രമല്ല, ഈ ലോകത്തുള്ള ആളുകൾ മൊത്തം ഞങ്ങൾക്കെതിരെ നിന്നാലും എന്റെ മക്കളെ തെറ്റിദ്ധരിക്കാനൊന്നും ഞാൻ നിൽക്കില്ല. സംഭവിച്ചതിനെ പറ്റി വിസ്തരിക്കാനും എനിക്ക് താല്പര്യമില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെയും വിക്കിയുടെയും ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന ഇതാ. ഇവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. വാ പോവാ. അതെ, പോവാം പോവാം. ഇനി ഇവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഇനി ഇവർക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ടല്ലോ.
വേദാന്ത്, നീ ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് നിങ്ങൾക്ക് ഇടയിൽ ഈ പെണ്ണിനെ എന്തിനാ കൊണ്ടുവരുന്നത്? നിനക്ക് ഇവൾക്ക് തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് വാക്കുകൾക്ക് അതീതമാണ്. അത് നിങ്ങളോടൊന്നും പറയേണ്ട ഒരാവശ്യവും എനിക്കില്ല. ഏയ്, കൂടുതൽ സംസാരിക്കണ്ട, നീ വലിയ രണ്ട് VIP സംസാരിക്കുന്ന നീ കണ്ടില്ലേ? മിണ്ടാതെ നിന്നോണം, ഇല്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോട് പോവില്ല. നിങ്ങൾ ഇവനെ വിളിച്ച് പാർട്ടിക്ക് വന്നപ്പോ എന്നെപ്പറ്റി ഇവനോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഈ നായ അത് കേൾക്കാത്താണോ? വേണ്ട വേണ്ട, ഇത് ശരിയാവില്ല. കിഷൻ, മിണ്ടാതെ നിൽക്ക്. പറഞ്ഞത് നന്നായി, ഞാൻ കൈവയ്ക്കുന്നില്ല. നിങ്ങളൊക്കെ ആരാണെന്നും ഈ ചുറ്റും നിൽക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്നും നിങ്ങളുടെ മനസ്സിലിരിപ്പും ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ഈ സീനും എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ ഒന്നു മാത്രം എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ അമൂല്യ എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? വേദാന്ത്, അത് നോ, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഏകദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ ഇനി ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ, എന്റെ ഫാമിലിയിലെ പെൺകുട്ടികളെ മാത്രമല്ല, ഇനി ഏതെങ്കിലും പെൺകുട്ടികളെ ഈ രീതിയിൽ നീയൊക്കെ ട്രീറ്റ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ മൊത്തം ഞാൻ ഇല്ലാതാക്കും. നോക്ക് വേദാന്ത്, ഇറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇനിയും ഇതുപോലത്തെ വൃത്തികേട് കാണിച്ച എന്റെ ബിസിനസ് എന്താണെന്ന് താൻ അറിയും. എനിക്കുള്ള ഇൻഫ്ലുവൻസ് തനിക്ക് നന്നായിട്ട് അറിയാലോ. ഞാനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെയും തന്റെ പാർട്ടിക്കാരെയും ഒക്കെ ജനങ്ങൾ വലിച്ചു കീറും. ഓക്കെ വേദാന്ത്, കാം ഡൗൺ. വന്നിരിക്കുക, ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനല്ല ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ചെയ്തു തീർക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആരാ, ഞാൻ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ എന്താ സൈലന്റ് ആയി നിൽക്കുന്നതെന്നാ എല്ലാവരും നോക്കുന്നത്. ഞാൻ ആരാണെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ സമയം കിട്ടുമ്പോ താനൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഞാനും ഇവളും തമ്മിലുള്ള ബന്ധം വാക്കുകൾക്ക് അതീതമാണ്. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ അമൂല്യ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് ഓടി വന്നു. അന്വേഷിച്ചപ്പോ കൃത്യമായിട്ട് മനസ്സിലായി നടന്നതിലൊന്നും സത്യമില്ലെന്ന്, ഇതാരുടെ കെണിയാണെന്ന്. എനിക്കിപ്പോൾ എന്താ പറയണമെന്ന് അറിയില്ല അമ്മാവ. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പുണ്ട്, അതിലെന്തൊക്കെ അപ്ലോഡായോ അതൊക്കെ ഫേക്കാണ്. ഞങ്ങൾ ദൈവത്തിനാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതെ അച്ഛ, ഒരു തെറ്റും നടന്നിട്ടില്ല. കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്.
പക്ഷെ ആ വീഡിയോയിൽ കണ്ടതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല. വിട്ടുകളഞ്ഞേക്ക് മോളെ. ഇത്രയും കാലം കണ്ടതല്ലേ നിന്നെ. ഇന്ന് വന്നൊരു ഫോട്ടോയുടെ പേരിലല്ലല്ലോ നിന്നെ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ എത്ര വിഷമങ്ങളുണ്ടായാലും തെറ്റായ തീരുമാനം എടുക്കുന്നതിന് മുൻപേ അച്ഛനമ്മമാരെ കുറിച്ച് മക്കളൊന്ന് ചിന്തിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അച്ഛനും അമ്മയും എന്നും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാവും. തെറ്റുകൾ എല്ലാ കാലത്തും നടക്കും. ഈ ലോകം തന്നെ നമുക്ക് എതിരെ നിന്നേക്കാം. പക്ഷെ അച്ഛനും അമ്മയും എപ്പോഴും കൂടെ ഉണ്ടാവും. അവസാനം വരെ ഒരു തുണയായിട്ടുണ്ടാവും. മരത്തിൽ എത്ര പുതിയ ഇലകൾ തളർത്താലും പഴയ ഇലകൾ താഴെ വീണാലും കാലം മാറിയാലും തലയും വേരും മാറില്ല. ഇവർ ഇന്നും വരുന്നത് ലേറ്റ് ആയിട്ടാണെന്നാ തോന്നുന്നത്. ദൈവമേ, ഇന്നും ഈ കണ്ണുകൊണ്ട് എന്തൊക്കെയാ കാണണോ എന്തോ. പെൺകുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കള്ളമാണോ അതോ ഇനി ഞാൻ ഈ കാണുന്നതൊക്കെയാണോ കള്ളം? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. താൻ കാർ എടുക്കടോ. ബോസ്, മേഡം നിങ്ങൾക്ക് ഓക്കെ അല്ലേ ബോസ്? ഓക്കെ. വാട്ട്? താൻ എന്താ ഇപ്പൊ പറഞ്ഞേ? മാഡം എനിക്ക് ഓക്കെ ആണെന്നോ? ടങ് സ്ലിപ്പ് ബോസ്. മേഡം ഓക്കെ ആണോന്നാ ഞാൻ ചോദിക്കാൻ വന്നേ. ഗ്യാപ്പില് വേറെ എന്തോ പറഞ്ഞ് എന്തോ ഒരു ഫീലിലായി പോയി അത്. ബ്ലഡി ബുൾഷിറ്റ്. വേദാന്ത് താങ്ക്സ്. ഇന്നെങ്ങാനും നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം. നാളെ രാവിലെ തന്നെ എന്തായാലും കണ്ണിന്റെ ആശുപത്രി പോണം. ഇനി കുറച്ചു നേരം കൂടി ഇവരിങ്ങനെ നിന്നാ എന്റെ രണ്ട് കണ്ണും അടിച്ചു പോകും. ഇനി എന്നോട് ചോദിക്കാതെ വേറെ എങ്ങോട്ടും പോവരുത്. മനസ്സിലായോ നിനക്ക്? സുമേഷേ, താൻ കാർ എടുക്കണോ? ബോസ്, കാറ് നിങ്ങൾ തന്നെ ഓടിച്ചോ. എനിക്ക് എന്താണോ എന്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ വിറക്കിയ. തന്നെയൊക്കെയാണല്ലോ ഞാൻ ജോലിക്ക് എടുത്തത്. തൊലവിധി, കേറ്. മേഡം, ഈ ഡോറ് ഞാൻ തുറന്നോളാം. മേഡം അങ്ങോട്ട് ചെന്ന് ബോസിന്റെ അടുത്ത് തന്നെ ഇരുന്നോ. ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇത്രയൊക്കെ നടന്നിട്ട് നീ ഞങ്ങളോടൊരു വാക്കെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ അത്ര പെട്ടെന്ന് അന്യരായോ? ശാരികയ്ക്കും അറിയാം. പക്ഷെ എന്റെ ചേട്ടൻ എന്നോട് തന്നെ ഒളിച്ചു വെക്കുക. എല്ലാം നിന്റെ ഇഷ്ടം. അല്ലെങ്കിലും നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇഷ്ടത്തിനാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നേ. അങ്ങനെയല്ലാതെ ആക്ച്വലി എന്താന്ന് വെച്ചാ. നീ മിണ്ടരുത്. ഇപ്പൊ എന്തിനാ സംസാരിക്കുന്നേ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ആദ്യം കാം ഡൗൺ, ടെൻഷൻ ആവണ്ട. ആക്ച്വലി കറക്റ്റ് അളിയാ. എന്ത് കറക്റ്റ് എന്ന്? ഒന്നും കറക്റ്റ് അല്ല, എല്ലാം റോങ്ങാ. ശരി, രണ്ടുപേരോടും കൂടി പറയാണ്. ദയവേത് എന്നോട് ക്ഷമിക്കേ. ഐ എം സോറി. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെക്കാളുള്ളത് അവൾക്കാണ്. ഞാൻ ആ ടെൻഷനില് അക്കാര്യം മറന്നുപോയി. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നീ ഞങ്ങളെ മറക്കും അല്ലേ? അതും ഞങ്ങൾക്കറിയാം. അയ്യോ ഇല്ല ആദ്യ. ശരി, ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടിട്ട് ചേട്ടൻ്റെ അടുത്ത് ഒരു ചെറിയ സിബ്ലിങ്സ് ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ഒരു പാർട്ടി നടത്തിയാലോ? നീ ഇപ്പൊ എന്നെ സോപ്പിടാനൊന്നും വരണ്ട. ഞാൻ അതിലൊന്നും വീഴില്ല. സോറി മോളെ.
നീ എന്റെ കുഞ്ഞു ആവല്ലേ, പക്ഷെ നീ ഇപ്പൊ എന്തോ ഒരുമാതിരി ആന്റിമാരെ പോലെ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. ഈ വീടിന്റെ വിളക്ക് പോലെ നീ ഇപ്പൊ നിൽക്കുന്നത്. ഐ എം പ്രൗഡ് ഓഫ് യു മോളെ. എന്താ നീ എനിക്ക് ഒരു സെക്കൻഡ് ചാൻസ് തരൂലേ? അളിയ അവളോടൊന്ന് പറയളിയ. ഞാനെന്തിനാ പറയുന്നേ? നിങ്ങളെല്ലാവരും എപ്പോഴും ഒന്ന് തന്നെയല്ലേ? നമ്മുടെ വേദാന്തിന്റെ ശത്രുക്കള് ഇതൊന്നും ആദ്യമായിട്ടല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങളിതൊന്നും പഠിച്ചില്ലേ? കമോൺ അളിയ, നിങ്ങളും തുടങ്ങിയോ? എന്റെ ദേഷ്യം ഞാൻ തന്നെ തീർത്തോളാം. നിന്റെ കാര്യം നീ മര്യാദയ്ക്ക് ശ്രദ്ധിച്ചാ മതി. എന്തൊക്കെ തന്നെയായാലും അവള് ഗ്രേറ്റ് വേദാന്തിന്റെ അനിയത്തിയല്ലേ. ഇവർക്കിതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവർക്കും നല്ല ബുദ്ധിയല്ലേ? അതിനെ പറ്റിയാ ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. നിങ്ങൾ ആണുങ്ങളുണ്ടല്ലോ, എല്ലാവരും ഒരുപോലെയാ. ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. ആദ്യം വേദാന്ത് ചേട്ടനെ എവിടെയാ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കും. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ അപ്സെറ്റ് ആയിരുന്നു, വല്ലാത്ത ദേഷ്യമായിരുന്നു. അതെയോ? ഞാനെന്താ കള്ളം പറയുവാണോ? അമ്മു ഇങ്ങോട്ട്. ഇതെന്താ ചേച്ചി നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ ബോർഡറിൽ നിന്ന് വന്നൊന്നുമല്ല. ഇതുപോലെ എന്നെ സ്വീകരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. നടന്നതൊക്കെ നല്ലതിനാണ്. അതൊക്കെ നമുക്ക് അവസാനം സംസാരിക്കാം. ഇപ്പൊ കൊച്ചിന് കറക്കെങ്ങനെ ഉണ്ടായിരുന്നു? പറ. അടിപൊളിയായിരുന്നോ? നന്നായിരുന്നു ചേച്ചി. ചേച്ചി, നിന്റെ അടുത്ത് പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാ? ഇതെന്താടി? ഞാൻ നിന്നോട് സംസാരിക്കുമ്പോ നീ വേറെ എവിടെയാണല്ലോ. ഹലോ മാഡം, ഞാൻ നിന്നോടാ സംസാരിക്കുന്നേ. ഇതെന്താ നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? ഹലോ എടി മുടുക്കി. അതിഥി, നമുക്ക് പിന്നെ സംസാരിക്കാം. ആ, ഈ കാണിക്കുന്ന ഒന്നും അത്ര നല്ല ലക്ഷണം അല്ല കേട്ടോ. ഈയിടെ ആയിട്ടേ ഇതൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. അങ്ങനൊന്നും ഇല്ലടി, കുറച്ച് ക്ഷീണമുണ്ട് അത്ര തന്നെ. എന്റെ ട്രിപ്പൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. എല്ലാ കഥയും ഞാൻ പറഞ്ഞുതരാം, പക്ഷെ കുറച്ച് സമയം വേണമെന്നാ ഞാൻ പറഞ്ഞു. റൂമിന്റെ ലൈറ്റ് ഒന്ന് ഓണാകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നീ സേഫ് ആയിട്ടിരിക്കും. മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങാണ്. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. കല്യാണത്തിന് ശേഷം വന്നിട്ടില്ലല്ലോ. സമയം കിട്ടാത്തോണ്ടാ. ഒരു ദിവസം വരാം. ശരി മുത്തശ്ശി, ബൈ. ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷമായില്ലേ? ഇതുവരെ എന്താ കുട്ടികളൊന്നും ആയില്ലേ? 1-2 പേരക്കുട്ടികളെ എനിക്ക് താടാ. കളിപ്പിച്ചോണ്ടിരിക്കാൻ വേണ്ടിയാ. മുത്തശ്ശി ഇപ്പൊ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുത്തശ്ശിയുടെ പേരക്കുട്ടികളുടെ കല്യാണം.
തൽക്കാലം അതിന് പ്രയോറിറ്റി കൊടുത്താൽ മതി. ഹലോ, മുത്തശ്ശിയുടെ ടെൻഷൻ നിങ്ങളെ പറ്റിയാ. വെറുതെ ടോപ്പിക് മാറ്റി എന്നെ കഷ്ടപ്പെടുത്തല്ലേ. കള്ളൻ ഇവിടെ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, അല്ലാതെ വേറൊന്നുമല്ല. അതെന്താ? പിന്നെ എന്താ, ഞാൻ നിന്റെ കല്യാണത്തിനെ പറ്റി സംസാരിച്ചോ? എന്തിനു ഇറിറ്റേറ്റ് ആവുന്നേ? ആക്ച്വലി ഞാൻ വിക്കി ചേട്ടന്റെ കല്യാണത്തിനെ പറ്റി സംസാരിച്ച. നിനക്കും കല്യാണത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓപ്പണായി പറയേ. ഒരു മണ്ഡപത്തിൽ 2 കല്യാണം അടിപൊളിയാക്കാം. ഞാനും ഇവളും തമ്മിലുള്ള ബന്ധം വാക്കുകൾക്ക് അതീതമാണ്. ചേച്ചി, നാളെ ഞങ്ങളുടെ കോളേജിൽ പ്രോഗ്രാം ഉണ്ട്. ഞാൻ എന്ത് ഡ്രസ് ഇട്ടുകൊണ്ട് പോവും? മുതുക്കി കിളി പോയ പോലെയാണല്ലോ ഇരിക്കുന്നത്. എന്തു പറ്റിയതായിരിക്കും? ഇവക്ക് വട്ടായോന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ കാണുമ്പോ എന്റെ ഡൗട്ട് ശരിയാണെന്നാ തോന്നുന്നത്. ഇപ്പൊ തമാശയൊക്കെ നിർത്തിക്കോ. വിക്കിയുടെ കല്യാണം ഫിക്സ് ആയി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ കല്യാണം കഴിയും. പക്ഷേ നിന്റെ അമ്മയുടെ വാശി ഒട്ടും കുറയത്തില്ല. അതെന്തിനാ അമ്മ വാശി പിടിക്കുന്ന മുത്തശ്ശി? അതൊരമ്മയുടെ സ്ഥാനത്ത് നിന്നാലേ നിനക്ക് മനസ്സിലാവും അവളുടെ സങ്കടം എന്താണെന്നോ അവളുടെ വാശി എന്താണെന്നോ ഒക്കെ. അങ്ങനെ ചോദിക്കും മുത്തശ്ശി, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നല്ല തൊലിക്കട്ടിയ. സിറ്റുവേഷൻ അനുസരിച്ച് എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്നത് കണ്ടോ? നോക്ക് മോനെ വേദാന്തേ, ആരുടെ അമ്മയായാലും ആദ്യത്തെ മകന്റെ കല്യാണം നടക്കാതെ രണ്ടാമത്തെ മകന്റെ കല്യാണം നടക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ കഷ്ടമാണ്. പോരാത്തതിന് നീയല്ലേ അവളുടെ ആദ്യത്തെ മകൻ. അവൾക്ക് നീന്ന് വെച്ച എന്ത് ജീവനാണെന്നോ. അതൊക്കെ ശരിയാ മുത്തശ്ശി. എനിക്ക് എന്റേതായ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നിന്റെ അമ്മയെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിനൊരു വിലയില്ല, ഓർത്തോ. സുഹാസിനിയുടെ ആരോഗ്യം അത്ര ശരിയല്ല. ഞാനും എത്ര കാലം ഇങ്ങനെ ഉണ്ടാവുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇരിക്കുമ്പോഴാണോ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ സമ്മതിക്കുവാണെങ്കിൽ എന്റെ കയ്യിൽ കുറച്ച് നല്ല പെൺകുട്ടികളുടെ ഫോട്ടോസ് ഉണ്ട്, അതൊന്ന് നോക്ക് നീ.